കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നും സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകി. എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു സാങ്കേതികമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിനപ്പുറം സർക്കാർ കുടുംബത്തിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അതപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. സർക്കാർ എൻ്റെ കൂടുതലുണ്ടെന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല വരും ഇന്നോ നാളെ. ഇന്ന് വരാമെന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ പോയിട്ട് ശിഖാവ് തങ്ങൾ, അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രയും ദൂരത്തുനിന്ന് ഒരാൾ മലപ്പുറത്ത് നിന്ന് വരുന്ന പുള്ളിയാണ്. ആ പുള്ളി പിന്നെ വ്യക്തി വരെ നമ്മുടെ കുടുംബത്തിൽ വന്ന് എൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അല്ല, എനിക്കത് സങ്കടം തോന്നി. ഇവരെയൊക്കെ ഞാൻ TV-യിലേ കണ്ടിട്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയായിരുന്നു. എന്നുവെച്ചാൽ ഈ ഭാഗത്തുള്ള നാനാതുറയിലുള്ള എൻ്റെ ഈ നാട്ടുകാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഒത്തുപിടിക്കുകയായിരുന്നു. നാട്ടുകാരുടെ നമ്മളെ മറക്കാൻ പറ്റത്തില്ല, നാട്ടുകാർ ചേർന്ന് പിടിക്കുകയായിരുന്നു. പിന്നെ മീഡിയയും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി തലയോലപ്പറമ്പിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ ആരോഗ്യവകുപ്പിനെതിരെ, ആരോഗ്യമന്ത്രിക്കെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധവും സമരപരിപാടികളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ്, അതിന്റെ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ ഇരയാണ് ബിന്ദു എന്നുള്ള വിമർശനമൊക്കെ ഉയരുന്നതിനിടയിലാണ് ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്, കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നത്. സർക്കാർ ഒപ്പമുണ്ടാകും എന്ന ഉറപ്പ് കുടുംബത്തിന് നൽകുന്നു. എന്തായിരുന്നു മന്ത്രിയുടെ പ്രതികരണം? വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാരിനെ ബിന്ദുവിന്റെ ബന്ധുക്കൾ കാണുന്നത്. അവരുടെ പ്രതികരണവും എങ്ങനെയായിരുന്നു നിതിൻ? രജിത്, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മന്ത്രിയുടെ സന്ദർശനത്തെ കുടുംബം കാണുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് മന്ത്രി ഇവിടെ എത്തിയത്. ഏതാണ്ട് അരമണിക്കൂർ നേരം കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു. മന്ത്രി ഇന്ന് കുടുംബം ഉന്നയിച്ച ആശങ്കകളും പരാതികളെല്ലാം തന്നെ കേട്ടു. 3 ദിവസം, അതായത് അപകടം നടന്ന് 3 ദിവസ ശേഷമാണ് മന്ത്രി ഇവിടെ എത്തിയത്. നേരത്തെ മന്ത്രി വരാത്തതുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ദേഹാസ്വസ്ഥമുണ്ടായതിനെ തുടർന്നാണ് മന്ത്രി ഇവിടെ എത്താതിരുന്നതെന്നാണ് ഇന്ന് കുടുംബത്തെ നേരിട്ട് വന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചത്. എന്തായാലും കുടുംബം ഉന്നയിച്ച ആശങ്കകളിലും അതോടൊപ്പം തന്നെ പരാതികളിലെല്ലാം തന്നെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് സർക്കാർ കുടുംബത്തിന് നേരിട്ടെത്തി നൽകിയിട്ടുണ്ട്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ചേരുന്നുണ്ട്. മന്ത്രി എന്താണ് വന്നിട്ട് പറഞ്ഞിരുന്നത്? മന്ത്രി നമ്മളോട് പറഞ്ഞത് ഈ പറയുന്ന കൊച്ചിന്റെ കാര്യങ്ങളും അത് ചികിത്സയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് പൂർവാധികം ആരോഗ്യമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളത് ചെയ്യാം. അപ്പം നാളെ പോവാം, അവിടെ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഒരുക്കാം. എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ നടത്താമെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, എല്ലാം പറ്റും. ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, കുടുംബമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞത്, താൽക്കാലിക ജോലി വേണ്ട. അപ്പം പഠിച്ചതായിട്ടൊരു പെർമനന്റ് ജോലി നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെ ശേഷം വെക്കുക മന്ത്രിയെടുത്ത്. അത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം അവൻ പഠിച്ച സിവിൽ എഞ്ചിനീയറിംഗാണ്. അത് ആ പോസ്റ്റിൽ തന്നെ കിട്ടുവാണെങ്കിൽ പഠിക്കാനും ജോലി ചെയ്യാനും എളുപ്പമുണ്ടാവും. അതങ്ങനെ കിട്ടുവാണെങ്കിൽ കുടുംബത്തിന് ആശ്വാസമായിരിക്കും മുന്നോട്ടുള്ള. ഒരു തൊഴിൽ വന്നിരിക്കുന്നത്, അപ്പോൾ അതെങ്ങനെയാണ്? അത് മെഡിക്കൽ കോളേജിലാണ്. അത് നമുക്ക് ഇനിയിപ്പോൾ അതിനകത്തോട്ട് പോകാൻ എനിക്ക് തോന്നി. ഞാൻ സംസാരിച്ചു മകനുമായിട്ട്. അന്നേരം അവനത് ഒരു വിഷമമാണ്. അവൻ്റെ വൈകാരികമായ ബന്ധങ്ങളിൽ അമ്മ മരിച്ച ആ ഒരു പ്രസ്ഥാനത്തിലോട്ട് പോകുന്നത് അവന് ഇഷ്ടമല്ല. അതെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഇപ്പോഴും തകർന്ന് കിടക്കുക എൻ്റെ കൊച്ച്, അവിടെ കിടക്കുക. അമ്മ ഞാൻ ആ ആശങ്ക ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ നന്നായിരിക്കും. അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ കൊച്ചിൻ്റെ കാര്യങ്ങൾ ഈ കുടുംബം മുന്നോട്ട് പോകും. വേറെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പം നാളെ എനിക്ക് എന്നും പണിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നും വല്ലപ്പോഴൊക്കെ ഉള്ളൂ പണി. എനിക്ക് വയ്യാതാനും എൻ്റെ ഭാര്യയും പോയി. അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇവിടെ ഓടി നടന്നത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ജോലിക്ക് വേണ്ടിയാണ് ഓടി നടന്നത്. അപ്പം അതിൻ്റെ ഒരു ആത്മാവിനും ആ വേദനയിലൊരു ശാശ്വത പരിഹാരം ഈ കുഞ്ഞിൻ്റെ ജോലിക്കകത്ത് കിട്ടും. പോസിറ്റീവായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു പോസിറ്റീവായിരുന്നു. ഇനി നമ്മൾ ഒരുപാട് പറഞ്ഞ് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം. ഇവിടെ വണ്ടപ്പോൾ അറിയാമല്ലോ. എല്ലാം ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ പോയത്. കുഴപ്പമില്ല, എല്ലാം മുന്നോട്ട്. മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളും വരാൻ പറ്റാത്ത എന്തുകൊണ്ടായിരുന്നു? അത് എൻ്റെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും സാങ്കേതിക തകരാറാണ്. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. വേറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ എന്തായാലും ഈ ബിന്ദുവിൻ്റെ വീട്ടിൽ വരും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് പറഞ്ഞ് 2 ദിവസമായാലും വരും, കുഴപ്പമില്ല.
എന്തായാലും മന്ത്രിയുടെ ഈ സന്ദർശനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് വിശ്രുതൻ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥിരം ജോലി വേണമെന്നൊരു ആവശ്യം കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആദ്യം താൽക്കാലിക ജോലി, അതിനുശേഷം സർക്കാരിൽ തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ച് നേരിട്ടെത്തി സർക്കാർ കുടുംബത്തിന് ഉറപ്പ് നൽകിയത്. ഇന്നിപ്പോൾ കുടുംബം ആ ഒരു പരാതി അല്ലെങ്കിൽ ആ ഒരു ആശങ്ക മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ മന്ത്രിസഭ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ. ശരി, ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സർക്കാർ ഒപ്പം ഉണ്ടാകും എന്ന കാര്യം അവരെ അറിയിച്ചു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബവും സർക്കാരിൻ്റെ തുടർന്നുള്ള തീരുമാനങ്ങളെ കാണുന്നത്. മകനൊരു സ്ഥിരം ജോലി എന്നുള്ള ആവശ്യം സർക്കാരിന് മുന്നിൽ കുടുംബം വെച്ചിട്ടുണ്ട്.